ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണിനുള്ള പ്രിപ്പറേഷൻ ആയാലോ? അത് നോക്കിയേ, നമുക്കിന്ന് കണവയും ചിപ്പിയും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂട്ടി ഒന്ന് പിടിപിടിക്കുക. അപ്പോൾ നോക്കിയേ, ചിപ്പി അവിച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമാരുടെ പണിയാണ് ഇത് ക്ലീൻ ചെയ്യൽ. ആ സമയത്ത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോഴേക്കും എന്താ, ഞാൻ മസാല എല്ലാം എടുത്ത് നന്നായിട്ട് ചിപ്പിയെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ കാണും, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി പറക്കിയെടുത്ത് അരിപ്പൊടിയൊക്കെ ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവനെ വേഗിച്ചെടുത്ത് വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അധികം വേഗില്ല, നമ്മുടെ മസാല ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇച്ചിരി മസാല പിടിക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ പാനൊക്കെ ചൂടാക്കി നമുക്ക് അതിലോട്ട് 1 by 1 ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കിട്ടും, പക്ഷേ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടച്ച് വെച്ച് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നോക്കിയാൽ 1 by 1 ആയിട്ട് ഇവരെല്ലാവരെയും ചേർത്ത് ഇതാ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരെ ഫ്രൈ ചെയ്ത് ഒരു പരിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എവനെ എപ്പോൾ കുക്ക് ചെയ്താലും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. എവനിങ്ങനെ അപ്പോൾ ഈ ചിപ്പിയും കല്ലുമ്മക്കായും ഇവരെല്ലാവരും ഒരു ഫാമിലിയിൽപ്പെട്ടതാണോ അതോ ഇനി ഇവരെല്ലാവരും ഒരുപോലെ ഉള്ളവരാണോ ഒന്നാണോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അതാ അടുത്ത് നമുക്ക് കണവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനും റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അവനതാ കുഞ്ഞും കണവകളുണ്ട് കേട്ടോ. അപ്പോൾ അവനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് അവരെല്ലാവരെയും കട്ട് ചെയ്ത് വൃത്തിയാക്കി അവരതാ ചട്ടിയിലോട്ടാക്കാം. അതായത് നമ്മളവനെ ഇന്ന് റോസ്റ്റാക്കി എടുക്കുന്ന പരിപാടിയാണ്. ചെറിയ ഉള്ളി, സവാള എല്ലാവരെയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ചേർക്കുന്നത്, പേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ അവർ നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവരെ നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഒന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവനെ നന്നായിട്ട് വാടി വരുന്നത് ഇതിനിടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ ഉപ്പെല്ലാം ചേർത്ത് ഇവരെല്ലാവരെയും 1 by 1 ആയിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൊടികളെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുരുമുളക് ചതച്ചതാട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ കണവ ചേർത്ത് കൊടുക്കുക. ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. കണവയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി വരുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിലെ കൂട്ടെല്ലാം ഈ കണവയിലോട്ട് പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ഒരല്പം കറിവേപ്പിലയും ഇച്ചിരി വേണമെങ്കിൽ കുരുമുളക് പൊടിയോ ഗരം മസാലയോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ റോസ്റ്റ് റെഡിയായി കിട്ടും. വേണമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരിക്കും, മണവും കിട്ടും. അപ്പോൾ നോക്കി നമ്മൾ റോസ്റ്റ് ഇതാ റെഡിയായി വരുന്നുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല സിമ്മിലിട്ടാൽ മതി. ഇപ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് തേങ്ങ കൊത്തുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോക്കി നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അതായത് സ്ക്വിഡിൻ്റെ റോസ്റ്റ്. അപ്പോൾ ഇവ മാത്രം മതിയായിരിക്കും അല്ലേ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഫിഷ് ലവേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ഐറ്റംസ്. ഷെൽ ഐറ്റംസൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയേ ഇവനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ പേരുകളായിരിക്കും അല്ലേ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവന് എന്താ പേരെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫോട്ടോഷൂട്ടിനായിട്ട് അവനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യൽ പരിപാടിയാണ്. നമുക്ക് ചോറ് കഴിച്ചാലോ? അപ്പോൾ നോക്കിയേ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ബീട്രൂട്ട് തോരനുണ്ട് കേട്ടോ. പച്ചക്കറി വിടാൻ പറ്റത്തില്ല, എത്ര ഫിഷ് ഐറ്റം ഉണ്ടെങ്കിലും നമ്മളൊരു സൈഡായിട്ട് പച്ചക്കറിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് തോരൻ വന്നു. അടുത്ത് നമ്മുടെ ചിപ്പി പൊരിച്ചത്, കല്ലുമ്മക്കായ എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണെന്ന് തോന്നുന്നു, അതിനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. കണവ റോസ്റ്റ് ഇത് തന്നെ ധാരാളം. അപ്പോൾ നോക്കിയേ ഇവരെല്ലാം കുട്ടിയാണ് ഇന്ന് പിടിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ രസമുണ്ട് കേട്ടോ. ഒഴിച്ച് കറി നിർബന്ധം, ഒരെണ്ണം എന്തായാലും വേണം. അങ്ങനെ ഇവനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബായ്.